അപ്പൊ ആ മുതലാളി പറയാതെ നമുക്ക് അവിടുത്തെ ചുമലോ ജനലോ ഒന്നും മാറ്റാൻ പറ്റില്ല. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പൊ ക്ലോസ്ഡ് വാസ്തു എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാടക വീടിന്റെ അകത്ത്, നമ്മൾ വാടക കൊടുക്കുന്ന സ്പേസിനകത്ത് ഊർജത്തെ റെനോവേഷൻ ചെയ്ത് മാറ്റാൻ പറ്റിയില്ലെങ്കിലും ഈ ആ റൂമിനകത്ത് നമുക്ക് ഊർജം കൊണ്ടുവരാൻ പറ്റും. കൃത്രിമമായ ഊർജങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രാണന്റെ അളവിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ വാടക വീടാണെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് വീടാണെങ്കിലും എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കാറ്റും വെളിച്ചവും കടന്നു വരുന്ന വഴികളെ തുറന്നിട്ട് ആ വീട്ടിൽ ഏത് ഊർജമാണോ, പഞ്ചഭൂതങ്ങളിൽ ഏത് ഊർജമാണോ കുറഞ്ഞിരിക്കുന്നത് ആ ഊർജത്തെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാനുള്ള വാസ്തു ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ വാടക മുറിയെ ഊർജപ്പെടുത്തിയെടുക്കുക. അത് നമുക്ക് 18 തരത്തിൽ നമുക്ക് അതിന്റെ ഏവർക്കും വിനീതമായ നമസ്കാരം. വാസ്തുവിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു വീട്, ഒരു സെക്കൻഡ് ഹാൻഡ് വീട് നമ്മൾ വാങ്ങുന്ന സമയത്തോ വാസ്തുപരമായി എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വാസ്തുശാസ്ത്രത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തിന്റെ ഒരു സഹായം നിങ്ങൾക്ക് 100% ഉണ്ടാവും. ഒരു വീട് എടുക്കുന്ന സമയത്ത്, നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വീട് അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുന്ന സമയത്ത് നിർബന്ധമായിട്ടും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ ഭൂമി എത്തരത്തിലുള്ള ഭൂമിയാണ്, എന്തുകൊണ്ട് അവർ ആ വീട് വിൽക്കാൻ തയ്യാറായി. അപ്പോ ചിലര് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടായിരിക്കും അവര് ഈ കച്ചവടത്തിന്റെ മനോഭാവം അല്ലെങ്കിൽ കച്ചവട മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവര് നമ്മളോട് സംസാരിക്കുക. പക്ഷെ ഒരു വാസ്തുകാരൻ അതിനും അപ്പുറത്ത് ചിന്തിക്കും. അതിന്റെ പിന്നിലെ റീസൺ എന്താണ്? കാരണം ആ മണ്ണിൽ ഇരുന്നു കൊണ്ട് അവർക്ക് അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും അസ്വസ്ഥതകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഒരുപാട് കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ചിലപ്പോ വാസ്തുദോഷങ്ങൾ കൊണ്ട് ആരോഗ്യ പ്രതിസന്ധികൾ അവർ നേരിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഭൂമി ദോഷങ്ങൾ കൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടാവും. ഇതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവര് നമുക്ക് വീട് കൈമാറുന്നു. ഇത് തിരിച്ചറിയാതെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു എന്ന് കരുതി നമ്മൾ ആ വീട് പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസം തുടങ്ങി ഒരു 6 വർഷത്തിനുള്ളിൽ നമ്മളും അതേ അവസ്ഥയിലേക്ക് പോകാം. അതുകൊണ്ട് വാസ്തു നോക്കി, അല്ലെങ്കിൽ ഒരു രണ്ടാമഘട്ട വീട് അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിർബന്ധമായിട്ടും ഭൂപരിശോധന നടത്തേണ്ടതാണ്. കാരണം സർപ്പദോഷങ്ങളുള്ള ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരാം. അതുകൊണ്ട് ഭൂപരീക്ഷ, അതായത് ആ ഭൂമി നല്ലതാണോ ചീത്തയാണോ എന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഭൂമി സ്വീകരിക്കുക. പിന്നെ വീടിന്റെ സ്ഥാനദോഷങ്ങൾ. ഇപ്പൊ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വീട് വാങ്ങി, സ്ഥാനദോഷങ്ങൾക്ക് നമുക്ക് ഉറപ്പായിട്ടും പ്രതിവിധി ഉണ്ടാക്കാം. കാരണം പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തമനായ ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു വാസ്തുക്കാരൻ നിങ്ങളുടെ വീട് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായ അളവിൽ ആ വീട് പരിശോധിച്ച് സ്ഥാനങ്ങളെ ക്രമപ്പെടുത്താൻ പറ്റും. അത് 100% നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിൽ വലിയ പ്രശ്നങ്ങൾ. പിന്നെ ഒരു വീട് വാങ്ങുമ്പോൾ ഒരു 50 ലക്ഷം രൂപയുടെ വീട് വാങ്ങി, 50 ലക്ഷം രൂപയുടെ വീട് വാങ്ങിയിട്ട് 10 ലക്ഷം രൂപയ്ക്ക് റെനോവേഷൻ വരുന്നുള്ള തരത്തിലുള്ള വാസ്തുദോഷങ്ങളാണെങ്കിൽ അത് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം 1-2 ലക്ഷം രൂപ പെയിന്റിങ് അടിക്കാനും അല്ലറ ചില്ലറ കക്കൂസ്കൂടി മാറ്റാനും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. 50 ലക്ഷം രൂപയ്ക്ക് വീടും വാങ്ങി 10 ലക്ഷം രൂപ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ വീട് നമുക്ക് അത്രത്തോളം സ്ഥാനദോഷങ്ങളുള്ള വീടുകൾ വാങ്ങാതിരിക്കുക എന്നുള്ള അടുത്തത് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഒരു രണ്ടാമത്തെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വീട് എടുക്കുന്ന സമയത്ത് ഭൂമി ആദ്യം നോക്കണം. രണ്ടാമത്തത് സ്ഥാനദോഷങ്ങളുടെ തോത്. കാരണം ഒരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ ചെലവാക്കാനാണ് ഉള്ള ദോഷങ്ങളെ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങാം. ഒരു 10 ലക്ഷം നമ്മുടെ സാമ്പത്തികത്തിന് ഒരു നല്ലൊരു ശതമാനം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് തിരഞ്ഞെടുക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് ഈ സെക്കൻഡ് ഹാൻഡ് വീട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. പിന്നെ നമുക്ക് വീടിന്റെ ദർശനം. ഇപ്പൊ വീടിന്റെ ദർശനം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോ ഭൂമിയുടെ അനുകൂലമായ ഊർജം അല്ലെങ്കിൽ നമുക്ക് സൂര്യപ്രകാശം കൃത്യമായി വീടിനകത്തേക്ക് വരുന്നുണ്ടോ,
അതുപോലെ കാറ്റും വെളിച്ചവും കൃത്യമായി കടന്നു വരുന്ന തരത്തിലുള്ള ജനലുകളും വാതിലുകളുടെയും സംവിധാനങ്ങൾ ആ വീട്ടിൽ ക്രമീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അപ്പൊ ദിശ നോക്കണം. വടക്കും കിഴക്കും ഒരിക്കലും അടഞ്ഞിരിക്കരുത്. ഇപ്പൊ നമ്മളൊരു വീട് വാങ്ങുന്നു, നമ്മുടെ വീടിന്റെ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ഒരു 10 നില കെട്ടിടം അല്ലെങ്കിൽ ഒരു വലിയ കുന്ന്, ഒരു മല, പൂർണ്ണമായും ഒരു സ്ഥലമില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ആ വീട്ടില് സൂര്യപ്രകാശത്തിന്റെ അളവ് അല്ലെങ്കിൽ കാറ്റിന്റെയും വെളിച്ചത്തിന്റെയും അളവ് കുറയുന്നത് കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസുകൾ വരാം. അപ്പോ ഏറ്റവും തുറസായ, വടക്കും കിഴക്കും ധാരാളം തുറസായി കിടക്കുന്ന തരത്തിലുള്ള പ്ലോട്ടുകൾ തിരഞ്ഞെടുക്കുക, വീടുകൾ വാങ്ങുക. മറ്റേ ദിശ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. കാരണം പടിഞ്ഞാറോട്ടാണെങ്കിലും തെക്കോട്ടാണെങ്കിലും കിഴക്കോട്ടാണെങ്കിലും വാസ്തുപരമായിട്ട് അതിലെല്ലാം കൃത്യമായ സംവിധാനങ്ങളോട് കൂടിയിട്ട് നമുക്ക് അത് വീട് ഉത്തമത്തിലാക്കാൻ പറ്റും. പക്ഷെ പ്രകൃതിയാൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ, ഇപ്പൊ നമ്മൾ വീട് വാങ്ങിച്ചു തൊട്ട് മുന്നിൽ ഒരു 10 നില കെട്ടിടമുണ്ട്, അത് ഒരു 5 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ, വടക്ക് മുഴുവൻ അത്രയും വലിയൊരു തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളുടെ ഘോഷയാത്രയായി. ഇനി കിഴക്ക് ഭാഗമാണെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസിന്റെ ഘോഷയാത്രയായി. അപ്പൊ ഇത് ആ തടസ്സങ്ങളെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു വീട് വാങ്ങാൻ. ഇത് തന്നെയാണ് ഒരു വാടക വീട് തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ വാടക വീട്ടിൽ നമുക്ക് പ്രധാനമായിട്ടും അതിൽ പറയുന്ന വെച്ചാല് നമുക്ക് കൃത്രിമമായ ഊർജ്ജങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഊർജ്ജം കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്യാൻ പറ്റും. കാരണം വാടക വീട്ടിലെ കക്കൂസ് കുഴി സ്ഥാനത്തല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കക്കൂസ് കുഴി എടുത്തു മാറ്റാനൊന്നും പറ്റൂല. കാരണം അത് നമുക്ക് വാടകയ്ക്ക് തന്ന മുതലാളിയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ആ മുതലാളി പറയാതെ നമുക്ക് അവിടുത്തെ ചുമലോ ജനലോ ഒന്നും മാറ്റാൻ പറ്റില്ല. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പൊ ക്ലോസ്ഡ് വാസ്തു എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാടക വീടിന്റെ അകത്ത്, നമ്മൾ വാടക കൊടുക്കുന്ന സ്പേസിനകത്ത് ഊർജത്തെ കൊണ്ടുവരും. കാറ്റും വെളിച്ചവും കടന്നു വരുന്ന വഴികളെ തുറന്നിട്ട് ആ വീട്ടിൽ ഏത് ഊർജമാണോ, പഞ്ചഭൂതങ്ങളിൽ ഏത് ഊർജമാണോ കുറഞ്ഞിരിക്കുന്നത് ആ ഊർജത്തെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാനുള്ള വാസ്തു ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ വാടക മുറിയെ ഊർജപ്പെടുത്തിയെടുക്കുക. അത് നമുക്ക് 18 തരത്തിൽ നമുക്ക് അതിന്റെ സംവിധാനങ്ങളെ എന്താ പറയാ ഊർജപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പൊ വാടക വീട് ശ്രദ്ധിക്കുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യം ആ ഭൂമിയുടെ ഒരു പ്രത്യേകത, അതായത് നമ്മൾ ഈ ദിശയുടെ ഒരു പ്രത്യേകത മാത്രം വാടക വീട്ടിൽ നോക്കിയാൽ മതി. അതായത് പ്രധാനമായിട്ടും കഴിഞ്ഞ ഇതിൽ മുമ്പ് പറഞ്ഞതുപോലെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും തടസ്സങ്ങൾ വരാതിരിക്കേണ്ടത് നിർബന്ധമാണ്. ആ തടസ്സങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വാടക വീട് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ സ്ഥാനദോഷങ്ങളോ ഊർജ്ജക്കുറവുകളോ അതിപ്പോ നമുക്ക് എന്താ പറയാ റെനോവേഷൻ ചെയ്ത് മാറ്റാൻ പറ്റിയില്ലെങ്കിലും ഈ ആ റൂമിനകത്ത് നമുക്ക് ഊർജം കൊണ്ടുവരാൻ പറ്റും. കൃത്രിമമായ ഊർജങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രാണന്റെ അളവിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ വാടക വീടാണെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് വീടാണെങ്കിലും എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വടക്കും കിഴക്ക് ഭാഗത്തും തടസ്സങ്ങൾ വരാതിരിക്കുക എന്നുള്ളതും, അതുപോലെ സെക്കൻഡ് ഹാൻഡ് വീടാണെങ്കിൽ ഭൂമി നമ്മുടെ പേരിലേക്ക് ആ ഭൂമി വരുന്നതിന് മുമ്പ് ആ ഭൂമിയുടെ സ്വഭാവം മനസ്സിലാക്കുക, അത് നിർബന്ധമാണ്. അപ്പൊ ഏവർക്കും അത്തരം കാര്യങ്ങളിൽ വാസ്തു സംബന്ധമായ ഒരു ഐഡിയ ഉണ്ടാവട്ടെ എന്നൊരാഗ്രഹത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിലൂടെ ഏവർക്കും സമൃദ്ധിയുള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.